ആദ്യ മില്ലേനിയൻ വിശുദ്ധനായ കാർലോ എക്കിറ്റിസിന് പിന്നാലെ വിശുദ്ധിയുടെ പാതയിൽ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള യുവാവും സ്കോട്ട്ലൻഡിലെ കാർഫിനിൽ നിന്നുള്ള ജോ വിൽസൺ എന്ന 17-കാരന്റെ നാമകരണ നടപടികൾക്കാണ് പ്രാദേശിക ബിഷപ്പുമാർ അനുമതി നൽകിയത്. 1994 ജനിച്ച ജോ വിൽസൺ വൂൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം എന്ന ഹൃദയരോഗത്തെ തുടർന്ന് 2011 ഡിസംബറിലാണ് അന്തരിച്ചത്. സാധാരണക്കാരനായ ഒരു കൗമാരക്കാരനായി ജീവിക്കുമ്പോഴും ജോ പുലർത്തിയ അഗാധമായ ദൈവവിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വേറിട്ടതാക്കുന്നത്. വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബത്തിലാണ് ജോ വളർന്നു വന്നത്. മാതാപിതാക്കളായ അലനും വെറോണിക്ക വിൽസണും 2 മക്കളെയും കത്തോലിക്ക വിശ്വാസത്തിലാണ് വളർത്തിയത്. ഈ ശക്തമായ കുടുംബ അടിത്തറ ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലുള്ള ആശ്രയത്വവും സ്നേഹവും ജോയിൽ വളർത്തിയെടുക്കാൻ സഹായിച്ചു. ബാഹ്യമായി സാധാരണക്കാരനാണെങ്കിലും ജോയുടെ ആന്തരിക ജീവിതം ധ്യാനം, വിനയം, ദൈവത്തിലുള്ള വിശ്വാസം എന്നിവയാൽ അടയാളപ്പെടുത്തിയിരുന്നു. പലപ്പോഴും കാർഫിൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്ന ജോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ എന്നും വാഗ്ദാനം ചെയ്തിരുന്നു. 17ാം ജന്മദിനം ആഘോഷിച്ച് 5 ദിവസത്തിന് ശേഷമായിരുന്നു ജോയുടെ അന്ത്യം. മരണശേഷം പിതാവ് കണ്ടെത്തിയ ഡയറി കുറിപ്പുകൾ ജോയുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് വെളിച്ചം വീശുന്നു. ദൈവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നതായിരുന്നു ആ കുറിപ്പുകളുടെ രത്നചുരുക്കം. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ ജോസ് വേൾഡ് എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2025 നവംബറിൽ പ്രാദേശിക ബിഷപ്പുമാർ ജോയുടെ നാമകരണ നടപടികൾക്ക് അനുമതി നൽകി. നിലവിൽ വത്തിക്കാൻ ഇത് പരിശോധിച്ചു വരികയാണ്. നാമകരണ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ വത്തിക്കാൻ അനുമതി നൽകിയാൽ ജോ വിൽസനെ ദൈവദാസനായി പ്രഖ്യാപിക്കും. സ്കോട്ട്ലൻഡിൽ നിന്ന് അവസാനമായി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത് 1615 രക്തസാക്ഷിത്വം വരിച്ച സെന്റ് ജോൺ ഒഗിൽവിയാണ്. ആധുനിക കാലഘട്ടത്തിലെ യുവാക്കൾക്ക് മാതൃകയാകുന്ന ഒരു മില്ലേനിയൻ വിശുദ്ധൻ എന്ന നിലയിലാണ് ജോ വിൽസനെ വിശ്വാസലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.